നമസ്കാരം. തെരേസൻ അക്കാദമി നഴ്സസിനായി ആരംഭിച്ചിരിക്കുന്ന ഫ്രീ ജർമ്മൻ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് നഴ്സസ് ബാച്ചിലെ B2 വിന്നേഴ്സാണ് നമ്മുടെ കൂടെ നിന്നുള്ളത്. അതും ഫസ്റ്റ് ട്രയൽ തന്നെ ഫുൾ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത നഴ്സിംഗ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ തെരേസൻ അക്കാദമിയോട് കൂടിയുള്ള 10 മാസം ഇവരുടെ എങ്ങനെയായിരുന്നു, ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് ഇവരോട് ഡയറക്റ്റ് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇവിടുത്തെ ഒരു ജീവിതം? ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ബെസ്റ്റ് ഡിസിഷൻ ആണെന്ന് തന്നെ പറയാം തെരേസൻ അക്കാദമിയിൽ ജോയിൻ ചെയ്തത്. വന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എല്ലാം സെറ്റായി. ഞങ്ങൾ വന്ന സമയം തൊട്ട് B2 വരെ ഞങ്ങൾ ഗുരുകുല അറ്റ്മോസ്ഫിയറിലാണ് പഠിച്ചത്. ഒരു A2 പകുതി ആയപ്പോൾ തൊട്ട് ഞങ്ങൾ എല്ലാവരും തമ്മിൽ ജർമ്മനൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അതപ്പോ നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് സ്റ്റേ ആൻഡ് സ്റ്റഡി പ്രോഗ്രാം ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായത് അല്ലേ? അപ്പോ എങ്ങനെയായിരുന്നു ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളും എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്? 10 മാസം ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്താണ് പഠിച്ചിരുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അതുകൊണ്ട് സമയം കടന്നുപോയത് പോലും അറിഞ്ഞില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ജർമ്മൻസിന്റെ വിസിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ലാംഗ്വേജ് കൂടുതൽ ബെറ്റർ ആക്കാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ തെരേസൻ ടീമിനോട് കൂടിയുള്ള നിങ്ങളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടിയോ നിങ്ങളുടെ ലാംഗ്വേജിൽ? അപ്പം തെരേസൻ ടീമിനെ പറ്റി പറയാൻ ആദ്യം ഞങ്ങളുടെ ഡയറക്ടറായ അഗസ്റ്റിൻ അച്ഛനെ പറ്റിയാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഞങ്ങൾ ഇവിടെ വന്ന ദിവസം മുതൽ അച്ഛനും ഡിസ്റ്റൻസ് സാറും ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അടങ്ങിയ ഒരു വലിയ ടീം തന്നെ ഞങ്ങൾ വെൽക്കം ചെയ്യാനുണ്ടായിരുന്നു. അന്ന് മുതൽ ഞങ്ങളുടെ എക്സാം ഡേറ്റ് വരെ അവർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഇവിടെ അച്ഛൻ ജർമ്മനിയിലായിരുന്നെങ്കിൽ പോലും അതൊന്നും തോന്നാത്ത രീതിയിൽ അച്ഛൻ ടീച്ചേഴ്സ് വഴി ഞങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഫുൾ ടൈം ടീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾക്ക് ഏത് സമയത്താണ് ഞങ്ങൾ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ആ ഒരു എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്? വെൽ പ്ലാൻഡ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ ആണ് തെരേസൻ അക്കാദമിയിൽ ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റുഡൻറ്റിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിയെന്നുള്ളതാണ്. അതുവഴി ഞങ്ങൾക്ക് വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കാനും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റി. B2 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അക്കാദമിയിൽ നിന്ന് എക്സാമിനുള്ള ഡേറ്റ് എടുത്തു തന്നിരുന്നു. അപ്പോൾ അതിന്റെ പേര് ഞങ്ങൾക്ക് പ്രത്യേക ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആണെന്ന് കേട്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് നടന്നത്? ഞങ്ങളുടെ എക്സാംസിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്ലേസ്മെന്റ് ഒക്കെ അവിടെ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ 64 പേരും അവിടെ പ്ലേസ്ഡ് ആണ്. ഇപ്പൊ ഞങ്ങൾ അതിന്റെ പേപ്പർ വർക്ക്സ് ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആണെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ജർമ്മനിയിൽ തന്നെ വർക്ക് ചെയ്തേക്കുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതോടൊപ്പം തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതുവഴി പഠിക്കാൻ വേണ്ടി പറ്റി. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ.